റോഷ്നീസ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഒരു പച്ചമുളകിൻ്റെ അച്ചാറാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ അച്ചാർ ബിരിയാണിക്ക്, ചോറിനും ഒക്കെ വളരെ രുചികരമായിട്ട് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഒരു പച്ചമുളക് അച്ചാറിടുന്നതാണ്. അതിനായിട്ട് ഞാൻ 100 ഗ്രാം പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. കടുക് 1/2 ടീസ്പൂൺ, ശർക്കര 50 ഗ്രാം, കറിവേപ്പില ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, ഉലുവ ഒരു 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ ഒരു 100 ml എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ആവശ്യത്തിനുള്ള നമുക്ക് എടുക്കണം. നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് ഇതിലേക്ക് ഒരു 50 ഗ്രാം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം നമുക്ക് ഈ പച്ചമുളക് വറുത്തെടുക്കാനാണ്. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പം നമുക്ക് ഈ പച്ചമുളക് അതിലിട്ട് വറുത്തെടുക്കണം. ഈ 100 ഗ്രാം പച്ചമുളകാണ്. ഇത് ഞാൻ കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്തു വച്ചിരിക്കുകയാണ്. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. വെളിച്ചെണ്ണയാണ് ഇത് നല്ല രുചി. നമ്മൾ ആ പച്ചമുളക് കോരിയെടുത്തു. ഇതിൻ്റെ മുകളിലേക്ക് ഒരു കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു വെക്കുക. അതൊന്ന് കുതിരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളിതെല്ലാം വഴറ്റി വരുമ്പോഴത്തേക്ക് പച്ചമുളക് നല്ല കുതിർന്നിരിക്കും. ബാക്കിയുള്ള എണ്ണയിലേക്ക് ഫ്ലെയിം നല്ലതുപോലെ കുറച്ചിട്ട് നമ്മൾ ഈ 50 ഗ്രാമോളം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇടുക. വേണ്ടവർക്ക് വെളുത്തുള്ളി ചോപ്പ് ചെയ്തും ഇഞ്ചി ചോപ്പ് ചെയ്തും എടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടി വന്നപ്പം 1 ടീസ്പൂൺ ഉലുവായും കൂടി ഇടുക. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. നല്ലപോലെ വഴറ്റുക. ഇതെല്ലാം വഴന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തോണ്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുക. 1/2 ടീസ്പൂൺ കായപ്പൊടി ഇടുക. പോലെ വഴറ്റുക. തീ ഫ്ലെയിമിലിരിക്കുകയാണെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. നമുക്കിത് നല്ല റെഡ് കളർ തന്നെ വേണം. എല്ലാം നല്ലപോലെ മൂത്തിരിക്കുകയാണ്.
നമ്മൾ ഈ മുളക് വറുത്ത് കോരി വിനാഗിരിയിലും ഉപ്പിലും ഇട്ടേക്കുന്നത് കൊണ്ട് ഉപ്പ് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് ശർക്കര ഉരുക്കിയത് ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ശർക്കര ഇടുകയാണ്. നമുക്കത് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചേർത്ത ശർക്കരയും മുളക് പൊടി, മഞ്ഞൾ പൊടി, കായപ്പൊടി ഇതെല്ലാം കൂടെ നല്ലതുപോലെ വഴന്ന് നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വിനാഗിരിയിൽ വറുത്ത് കോരിയ പച്ചമുളക് ഇടുക. നമ്മുടെ പച്ചമുളക് അച്ചാർ റെഡി ആയിരിക്കുകയാണ്. ഇത് 2 ദിവസം കഴിയുമ്പം ഇതിൽ കിടന്ന് നല്ലതുപോലെ ഈ പച്ചമുളക് അലുത്ത് വരും. അപ്പോഴാണ് കൂട്ടാൻ രുചി. നമ്മൾ വിനാഗിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണായിരുന്നു ഒഴിച്ചിരുന്നത്. 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്തു. ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ട്, ആവശ്യത്തിന് മധുരമുണ്ട്, പുളി ഒരു ശകലവും കൂടെ വേണം. ആ വിനാഗിരി 50 ഗ്രാം എടുത്തതും ഒഴിച്ചു. പച്ചമുളക് അച്ചാർ റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. താങ്ക് യു.